Greetings of the day. Myself, Meera Michael, faculty of Kairos Institute, തൊടുപുഴ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് കൂടുതലായി പഠിക്കുന്നത്. അതിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേജസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ഇറ്റ്സ് കോൺസെപ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ചാനൽസ്, റോൾസ് ഓഫ് ഇന്റർമീഡിയറീസ്, റീറ്റെയിലിംഗ് ഓഫ് പ്രോഡക്ട്സ്, ഫോർമാറ്റ്സ്, unorganized and organized, departmental stores, supermarkets, hypermarkets, chain stores, and electronic retailing. Meaning and definition of distribution. Physical distribution is a marketing activity concerned with the handling and movement of goods. എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസസിൻ്റെ മൂവ്മെന്റ്, അതായത് അതിനെ നമ്മൾ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഏത് ബിസിനസ്സിനും ഒരു മാർക്കറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. അതുകൊണ്ടാണ് അത് മാർക്കറ്റിംഗ് മിക്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടനയാണെന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള യൂട്ടിലിറ്റീസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഡിസ്ട്രിബ്യൂഷൻ കോർഡിനേറ്റഡ് ആകുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേസ് യൂട്ടിലിറ്റി, അതായത് ആവശ്യമായ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ എത്തിക്കുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് ടൈം യൂട്ടിലിറ്റി, അതായത് ആവശ്യമായ സാധനങ്ങൾ ആവശ്യമായ സ്ഥലത്ത് ആവശ്യമായ സമയത്ത് എത്തിക്കുവാൻ സാധിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. മീനിങ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ: an organized network or system of agencies and institutions which in combination performs all the activities required to link producers with users and users with the producer to accomplish the marketing task. എന്ന് വെച്ചാൽ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഏജൻസീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ, അതായത് നമ്മുടെ പ്രൊഡ്യൂസറിൽ നിന്ന് യൂസറിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ലിങ്കിനെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറിൽ നിന്ന് യൂസറിലേക്കും അല്ലെങ്കിൽ യൂസറിൽ നിന്ന് പ്രൊഡ്യൂസറിലേക്കും എത്തിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഭാഗമാകുന്നവരെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ആൾക്കാർ എന്ന് പറയുന്നത്. ആ ഒരു നെറ്റ്വർക്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടീസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, it is a set of independent organizations involved in the process of making a product or service available for use or consumption. ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഹി ഈസ് എ ഗ്രേറ്റ് സ്കോളർ ഇൻ മാനേജ്മെന്റ്, അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസസിനെ അവൈലബിൾ ആയിട്ട് നമ്മുടെ യൂസറിന്റെ കയ്യിൽ അല്ലെങ്കിൽ കൺസംഷന് വേണ്ടി എത്തിക്കുക എന്ന പ്രക്രിയയെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പാത്ത് വേ ഡയറക്റ്റിംഗ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയാം. എന്താണ്? ഏതൊക്കെ വഴികളിലൂടെയാണോ നമ്മളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻസീസിന്റെ ഇടയിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ഇന്റർമീഡിയറ്റ്സിലൂടെയാണോ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിന്റെ അടുത്തേക്ക് ഏതൊക്കെ ഇന്റർമീഡിയറീസിന്റെ ഇടയിലൂടെയാണ് എത്തുന്നത്, ആ ഒരു പാത്ത് വേ ആണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Roles and importance of physical distribution system. First one is creation of utility. Creation of utility എന്ന് പറഞ്ഞാൽ ഒരു കമോഡിറ്റിയുടെ വോൺ സാറ്റിസ്ഫൈങ് പവറിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള യൂട്ടിലിറ്റീസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്ലേസ് യൂട്ടിലിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് ടൈം യൂട്ടിലിറ്റി. അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. അതിൽ എന്തൊക്കെ യൂട്ടിലിറ്റീസ് ആണ് വരുന്നത്? നമ്മുടെ സ്ഥലം എന്ന യൂട്ടിലിറ്റി, ഏത് സ്ഥലത്ത് നമുക്ക് കിട്ടണം എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ യൂട്ടിലിറ്റി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം.
സെക്കൻഡ് വൺ ഇസ് ടൈം യൂട്ടിലൈസ്. ഏത് സമയത്താണ് നമ്മൾക്ക് ആവശ്യം, ആ സമയത്ത് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അപ്പോൾ മെയിൻലി ടു യൂട്ടിലിറ്റീസ്, അതായത് പ്ലേസ് യൂട്ടിലിറ്റി ആൻഡ് ടൈം യൂട്ടിലിറ്റി ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് വൺ ഇസ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിൻ്റെ സർവീസസ്, കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സർവീസസ് കിട്ടണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസസിനെ വാല്യൂ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് അവർ ആവശ്യപ്പെട്ട സമയത്ത് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട ലൊക്കേഷനിൽ കിട്ടുന്നുണ്ടോ. അപ്പോൾ ടു നീഡ്സ് എന്ന് പറയുന്നത് വൺ ഇസ് ടൈം ആൻഡ് ലൊക്കേഷൻ. ഇനി ഏതൊക്കെ തരത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ കൂട്ടാൻ പറ്റുന്നു? ഫസ്റ്റ് വൺ ടൈം, കറക്റ്റ് സമയത്ത് നമ്മൾ സാധനങ്ങൾ എത്തിക്കുന്നു. പിന്നെ അവരുമായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ആഫ്റ്റർ സെയിൽ സർവീസസ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പ്രീ സർവീസസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടോ, അവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ കൊടുക്കുന്നത്, ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻ്റർമീഡിയറീസിലൂടെ നമ്മൾ ആ സാധനം എത്തിക്കുന്നത് എന്നൊക്കെ അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ ആവശ്യപ്പെടുന്ന എന്താണ് സർവീസസുകൾ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കും. അപ്പോൾ അതിലൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസസിൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. തേർഡ് വൺ ഇസ് കട്ട് ഇൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ചാർജസിനെയാണ് നമ്മൾ കൂടുതലായി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് സാധനങ്ങൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിൻ്റെ കൂടെ പ്രൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കോസ്റ്റ് കൂടെ ഉണ്ട്, ഡെലിവറി കോസ്റ്റ് അല്ലെങ്കിൽ ഡെലിവറി ചാർജസ്. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചാർജ് അല്ലെങ്കിൽ ഡെലിവറി കോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അപ്പോൾ ആ കോസ്റ്റിനെ അല്ലെങ്കിൽ ഡെലിവറി കോസ്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കണം അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിന് ഏതിനൊക്കെയാണ് നമുക്ക് പ്ലാനിങ് വേണ്ടത്? ഇൻവെൻട്രി ലെവൽസിൽ വേണം, വെയർ ഹൗസ് ലൊക്കേഷൻസിൽ വേണം, ഓപ്പറേഷൻസിൽ വേണം, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയൊക്കെ വേണം എന്നതിൽ വേണം, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ വേണം, മെറ്റീരിയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിൽ വേണം, ഓർഡർ പ്രോസസ്സിങ്ങിൽ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഡെലിവറി കോസ്റ്റിനെ മാക്സിമം കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കൂടി നിന്നാൽ ഒരിക്കലും കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് എന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിനെ അല്ലെങ്കിൽ ഡെലിവറി ചാർജസിനെ മാക്സിമം ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കും. ഫോർത്ത് വൺ ഇസ് ഇൻക്രീസ് മാർക്കറ്റ് ഷെയർ. ഒരു കമ്പനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ഷെയർസിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പ്രൈസസ് ഉണ്ടാകണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർസ് ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ വെയർ ഹൗസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എക്കണോമിക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, പ്ലാനിങ് ഇൻവെൻട്രി ഓപ്പറേഷൻസ് ടു അവോയ്ഡ് സ്റ്റോക്ക് ഔട്ട്സ് എക്സെട്ര. എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഷെയർസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നീഡി ആയിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് സാധനങ്ങൾ എത്തിച്ചാലേ പറ്റത്തുള്ളൂ. എങ്ങനെ? ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഇക്കണോമിക് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഏറ്റവും ചെലവ് ചുരുക്കി ഏറ്റവും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടിയാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റ് ഷെയർസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ കസ്റ്റമറിനെ നമ്മളിന്ന് നഷ്ടമാവും. അങ്ങനെ നഷ്ടമാവാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് കറക്റ്റായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഷെയർസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൈസ്, നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് വേണം എപ്പോഴും കാര്യങ്ങൾ പോകാൻ. പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈസിൻ്റെ ചേഞ്ചസിനനുസരിച്ച് എന്ത് ചെയ്യണം? നമുക്കത് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഡിമാൻഡ് കൂടി അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞു അതനുസരിച്ച് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കൂടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് തന്നെ ഒരു തുല്യതയിൽ തന്നെ വേണം നമ്മൾ പ്രൈസിനെ കൊണ്ടുപോകാൻ. അതാണ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ലെവൽസ് ഓഫ് ചാനൽസ്. 4 ലെവൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് 0 ലെവൽ ചാനൽ, സെക്കൻഡ് വൺ ഇസ് 1 ലെവൽ ചാനൽ, തേർഡ് വൺ ഇസ് 2 ലെവൽ ചാനൽ ആൻഡ് ഫോർത്ത് വൺ ഇസ് 3 ലെവൽ ചാനൽ. 0 ലെവൽ ചാനൽ. ഗുഡ്സ്
ആർ മൂവ് ഡയറക്ട്ലി ഫ്രം പ്രൊഡ്യൂസർ ടു കസ്റ്റമർ. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്കാണ് ഡയറക്ട്ലി ഗുഡ്സ് എത്തുന്നത്. ഇതിനകത്ത് ഇന്റർമീഡിയറീസേ ഉണ്ടാവത്തില്ല. ഇത് മെയിൻലി ഈ ചാനൽ പ്രിഫർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. നെക്സ്റ്റ് ഇസ് വൺ ലെവൽ ചാനൽ. വൺ ലെവൽ ചാനൽ എന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറി പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും ഇടയിലുണ്ടാവും. ദാറ്റ് ഈസ് റീറ്റെയിലേഴ്സ്. ഈ ചാനൽ യൂസ് ചെയ്യുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നവരായിരിക്കും. എക്സാമ്പിൾ ടെക്സ്റ്റൈൽ, ഷൂസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ടു ലെവൽ ചാനൽ. ടു ലെവൽ ചാനൽ എന്ന് വെച്ചാൽ രണ്ട് ഇന്റർമീഡിയറീസ് പ്രസന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. മെയിൻലി ഈ ടു ലെവൽ ചാനൽ യൂസ് ചെയ്യുന്നത് നോൺ ഡ്യൂറബിൾ ഐറ്റംസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. നെക്സ്റ്റ് ഈസ് ത്രീ ലെവൽ ചാനൽ. ത്രീ ലെവൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ 3 ലെവൽസ് ഓഫ് ഇന്റർമീഡിയറീസ് ഉണ്ടാവും. മാനുഫാക്ചറിന്റെ അടുത്ത് നിന്ന് ഏജന്റിലേക്ക് പോകുന്നു, ഏജന്റിൽ നിന്ന് ഹോൾസെയിലേഴ്സിലേക്ക് പോകുന്നു, ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലറിലേക്ക് പോകുന്നു, റീറ്റെയിലറിൽ നിന്നാണ് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന 3 ലെവൽസ് ഓഫ് ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ വൺ ഇസ് ഏജന്റ്, ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ. ദിസ് ഇസ് ദ ലോങ്സ്റ്റ് ഇൻ ഡയറക്റ്റ് ചാനൽ എന്ന് പറയും. അതായത് ഏറ്റവും നീളമുള്ള ഇൻ ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമർ ഏജൻസ് വരുന്നുണ്ട്, ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 3 ലെവൽ ചാനൽ എന്ന് പറയുന്നത്. Factors determining the length of the channel. First one is size of the market. മാർക്കറ്റിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ലെങ്ത്. അതെങ്ങനെയാണ്? ലാർജർ ദ മാർക്കറ്റ് സൈസ്, ലോങ്ങർ ദ ചാനൽ. അതുപോലെ തന്നെ സ്മോളർ ദ മാർക്കറ്റ്, സ്മോളർ ദ ചാനൽ. എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ്, അതായത് നമ്മൾ എവിടെ നിന്നാണോ സാധനം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ റീച്ച് ചെയ്യേണ്ടത്, അത് ലോങ്ങർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ലെങ്ത് കൂടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർമീഡിയറീസിന്റെ എണ്ണവും കൂടി വരും. അതുപോലെ തന്നെ സ്മോളർ ദ മാർക്കറ്റ്, അതായത് അടുത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ച് അടുത്ത പ്രദേശത്തേക്കാണ് നമുക്ക് സാധനങ്ങൾ ഡെലിവർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറീസിന്റെ എണ്ണം കുറവായിരിക്കും. അതാണ് സ്മോളർ ദ ചാനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓർഡർ സ്ലോട്ട് സൈസ്. ഓർഡർ സ്ലോട്ട് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആവറേജ് ഓർഡർ സ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചാനൽ മതിയായിരിക്കും. ഇനി വലിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ, ബിഗ് സ്ലോട്ട്സിലൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ചാനൽ സൈസ്, ലോങ്ങർ അല്ലെങ്കിൽ ലെങ്തി ചാനൽസ് വേണം. ഇന്റർമീഡിയറീസിന്റെ എണ്ണം കൂടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. സർവീസ് റിക്വയർമെന്റ്സ്. If the product and market requires a higher level of service and it is a major factor in the buying decision, it is better to keep a shorter channel. എന്ന് വെച്ചാൽ അതിന് കുറേ സർവീസസ് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ബൈയിങ് ഡിസിഷൻ, എത്രമാത്രം ബൈ ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ പർച്ചേസിങ് പവറുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ പെർസെപ്ഷൻസ് അല്ലെങ്കിൽ അയാളുടെ ബൈയിങ് ഡിസിഷൻസുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്മോളർ ചാനൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഇന്റർമീഡിയറ്റ്സിനെ കുറച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് പ്രോഡക്റ്റ് വെറൈറ്റി. If a wider variety of the same type of product available in the market, then it is advisable to select a wider channel. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഒരുപാട് ലഭ്യമാകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വിശാലമായ, അതായത് നമ്മൾ ലെങ്ത് ഓഫ് ദ ചാനൽ ഒരുപാട് ഇന്റർമീഡിയറ്റ്സിനെയും ഒക്കെ കൂട്ടി വേണം നമ്മൾ പ്രോഡക്റ്റിനെ എത്തിക്കാൻ. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് ഏത് തരത്തിലുള്ളതാണ് അതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ഏത് ചാനൽ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ നേച്ചർ തീരുമാനിക്കുന്നത്? അത് പെരിഷബിൾ ആണോ, അത് അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ. പെരിഷബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നാശമാവാണ്ടിരിക്കുന്നതാണ്. പെരിഷബിൾ എന്ന് വെച്ചാൽ നശിച്ചു പോകുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ളതാണോ, അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടർ എങ്ങനെയാണോ, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് എങ്ങനെയാണോ, അതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഏത് ചാനൽ വേണമെന്ന് ആദ്യം ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് നേച്ചർ ഓഫ് ദ മാർക്കറ്റ്. നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് തരത്തിലുള്ള മാർക്കറ്റിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് ആണോ,
നമ്മുടെ പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് എത്രയുണ്ട്, അതായത് ബയേഴ്സിൻ്റെ നമ്പേഴ്സ് എത്രയുണ്ട്, നമുക്ക് കിട്ടുന്ന ഓർഡർ സൈസ് എത്രയാണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഏത് ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ നെക്സ്റ്റ് ചാനൽ ചൂസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ഈസ് നേച്ചർ ഓഫ് മിഡിൽമാൻ. നമ്മുടെ മിഡിൽമാൻ്റെ നേച്ചർ, അതായത് അവരുടെ സർവീസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എത്രയാണ്, അവർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആക്സസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രമാത്രം ഫിനാൻഷ്യലി സൗണ്ടാണ്, അവർക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടോ, ഇനി അവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പം അവർ കറക്റ്റായിട്ടുള്ള സർവീസസ് എൻഷുർ ചെയ്യുന്നുണ്ടോ, എത്ര വോളിയം വരെ അവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സെയിൽസിൽ എത്ര വോളിയം വരെ അവർ ചെയ്യാൻ റെഡിയാണ്. ഇതൊക്കെയാണ് നമ്മൾ നേച്ചർ ഓഫ് മിഡിൽമാനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫാക്ടർ നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്. നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ നേച്ചർ, അതായത് നമ്മുടെ മാനുഫാക്ചറുടെ റെപ്യൂട്ടേഷൻ, അവരുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അവരുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ്, അവർക്കൊരു ചാനലിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ എത്രയാണ്, അതിൻ്റെയൊക്കെ ബേസിസിൽ വേണം നമ്മൾ ചാനലിനെ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ചാനൽ തീരുമാനിക്കും. നെക്സ്റ്റ് ഇസ് ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്. ഗവൺമെൻറ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റെഗുലേഷൻസ്, പോളിസീസ്. ചില പ്രോഡക്ട്സിന് ഇത്ര ഇത് വേണം, അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇത്ര ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ ഗവൺമെൻറ്റിൻ്റെതായ പോളിസീസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളുടെ പോലെ തന്നെയുള്ള വേറെ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഏതൊക്കെ പ്രാക്ടീസസ് ആണോ യൂസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ അവരുടെ മുന്നിൽ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ അവരെക്കാളും കുറച്ചും കൂടെ നല്ല ചാനൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാളും കുറച്ചും കൂടെ നല്ല ചാനൽസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസ് വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാൻ. ഇന്റർമീഡിയറീസ് ഓർ ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസിൻ്റെ വേറൊരു പേരാണ് മിഡിൽമാൻ. Intermediaries are specialized person working between the producer and the consumer. They help in the distribution of products. അതുകൊണ്ടാണ് അവരെ മിഡിൽ മാൻ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും നടുക്കുള്ള വ്യക്തി, അതുകൊണ്ടാണ് മിഡിൽ മാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറി എന്ന് പറയുന്നത്. They act as the intermediary in between the producer or the manufacturer and consumers. That means the producer and the consumer. There are 3 types of middleman or intermediaries. 3 തരത്തിലുള്ള intermediaries ഉണ്ട്. First one is merchant middleman, second one is agent middleman, and the third one is facilitator. First one, merchant middleman. Merchant middlemen are those who take the title of the goods with a view to selling them at a profit. Merchant middleman എന്ന് പറഞ്ഞാൽ വ്യാപാരികളാണ്. അവർ ഗുഡ്സിനെ അല്ലെങ്കിൽ സർവീസസിനെ വാങ്ങിച്ചിട്ട് അവർ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് അവരൊരു റിസ്കിലാണ് സാധനങ്ങൾ വാങ്ങുന്നത്. എന്നിട്ട് ആ റിസ്ക് ഏറ്റെടുത്ത് അതിനകത്ത് നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ മെർച്ചന്റ് മിഡിൽമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്താ? ദേ ബൈ ആൻഡ് സെൽ ഗുഡ്സ് ഇൻ ദെയർ ഓൺ റിസ്ക് ആൻഡ് ദ പ്രൈസ് ഫോർ ദെയർ എഫേർട്ട് ഇസ് പ്രോഫിറ്റ്. അവരെത്രയാണോ റിസ്ക് എടുക്കുന്നത് അതിൽ നിന്നുണ്ടാവുന്ന ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ 2 types ഓഫ് മെർച്ചന്റ് മിഡിൽമാൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഹോൾസെയിലർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് റീറ്റെയിലർ. Wholesaler. Wholesaler is the first intermediary in the channel of distribution. He is a trader who deals in large quantity. He purchases the goods from the manufacturer in bulk quantity and sells it to the retailer in small quantity. അതായത് ഹോൾസെയിലർ എന്ന് പറയുന്ന ഇന്റർമീഡിയറി ഈസ് എ മെർച്ചന്റ് ഇന്റർമീഡിയറി. ഹി ഡീൽസ് വിത്ത് ലാർജ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ അയാൾ പ്രൊഡ്യൂസറിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്ന് ബൾക്കായിട്ട് ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് സെല്ല് ചെയ്യുന്ന വ്യക്തിയാണ് ഹോൾസെയിലേഴ്സ്.
എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഇൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്, ആരുടെയൊക്കെ ഇൻ ബിറ്റ്വീനുള്ള ഇന്റർമീഡിയറിയാണ്? ഹീസ് എ ഇന്റർമീഡിയറി ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് ദ റീറ്റെയിലർ. Functions of wholesalers. First one, assembling and buying. Second one, warehousing. Third one, transportation. Fourth one, financing. Fifth one, risk bearing. Sixth one, grading, packing and packaging. Seventh one, disposing and selling. Eighth one, market information. ഹോൾസെയിലേഴ്സിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് അസംബ്ലിംഗ് ആൻഡ് ബൈയിങ്. അസംബ്ലിംഗ് ആൻഡ് ബൈയിങ് എന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നുള്ള മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രോഡക്ട്സ് വാങ്ങി അതിനെ പല സാധനങ്ങൾക്ക് വേണ്ടി, അതായത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അസംബിൾ ചെയ്ത് എന്ത് ചെയ്യുന്നു, സീസണൽ ആയിട്ടുള്ള ഗുഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. സെക്കൻഡ് വൺ ഇസ് വെയർ ഹൗസിങ്. വെയർ ഹൗസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റോറേജ്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങി ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് സൂക്ഷിച്ച് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കറക്റ്റായ സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുന്നതിനാണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസറിൽ നിന്ന് റീറ്റെയിലറിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ റീറ്റെയിലറിൽ നിന്ന് വെയർ ഹൗസിലേക്ക് എത്തിക്കും. അങ്ങനെ ഏതാണോ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഏതൊക്കെ ചാനലിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ എത്തിക്കുന്നു, അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫിനാൻസിങ്. ഫിനാൻസിങ് എന്ന് വെച്ചാൽ പൈസ, പണപരമായിട്ടുള്ള ഇടപാടുകൾ. അതായത് റീറ്റെയിലേഴ്സിന് ക്രെഡിറ്റിൽ അലോ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് ഓഫ് ഫിനാൻസ്, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് ആ ബർഡനും കൂടെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സ് ആ ബർഡൻ ഒഴിവാക്കാൻ വേണ്ടി റീറ്റെയിലേഴ്സിന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ റീറ്റെയിലേഴ്സ് ഏർലി ആയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റിൽ സാധനങ്ങൾ കൊടുക്കുന്നത്. അതൊക്കെയാണ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റിസ്ക് ബിയറിംഗ്. റിസ്ക് ബിയറിംഗ് എന്ന് വെച്ചാൽ ഹോൾസെയിലേഴ്സ് സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നഷ്ടമായിട്ടോ ലാഭമായിട്ടോ വരാം. അപ്പൊ അതൊരു റിസ്ക് ആണ്. പിന്നെന്താണ്, തെഫ്റ്റ് അല്ലെങ്കിൽ ഫയർ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹോൾസെയിലർ ആണെങ്കിൽ ഹോൾസെയിലർ ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്തിരിക്കും. നെക്സ്റ്റ് ഇസ് ഗ്രേഡിംഗ്, പാക്കിംഗ് ആൻഡ് പാക്കേജിങ്. എന്താണ്, നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഗ്രേഡ് ചെയ്യുന്നു. എ ക്വാളിറ്റി, ബി ക്വാളിറ്റി വൈസ് ഗ്രേഡ് ചെയ്യുന്നു, അതിനെ പാക്ക് ചെയ്യുന്നു, അതിനെ പാക്കേജ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിന്റെ വൈസിലോ അല്ലെങ്കിൽ സൈസ് ഡിഫറൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്ത് പാക്കേജിങ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പോസിങ് ആൻഡ് സെല്ലിങ്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് വിൽക്കണം. ഡിസ്പോസ് ചെയ്ത് നമ്മൾ സെല് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഒരു ഹോൾസെയിലറിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മാർക്കറ്റിലെ ഇൻഫർമേഷൻസ് ആണ്. അതായത് നമ്മുടെ മാർക്കറ്റ് പ്രിവെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ റിസ്ക് ആണ് വരാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ളതെല്ലാം അയാൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ്. എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നത്? രണ്ട് ആൾക്കാർക്കാണ് മെയിൻലി സേവനങ്ങൾ കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ സർവീസസ് ടു മാനുഫാക്ചറേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ സർവീസസ് ടു റീറ്റെയിലേഴ്സ്. First, services to manufacturers. The wholesaler helps the manufacturer to get the benefit of economies of large scale production. എന്ന് വെച്ചാൽ ബൾക്കായിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങുന്നത് കൊണ്ട് അവർക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, സേവ് ഹിസ് ടൈം. എന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സ് ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടി സമയം ഒരുപാട് ചിലവാക്കേണ്ടി വരും സാധാരണഗതിയിലുള്ളതാണെങ്കിൽ. എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്നോ ഒക്കെ ആണെങ്കിൽ അവർ കുറേ സമയം എടുത്തിട്ട് മാത്രമേ ആർക്കൊക്കെ സാധനങ്ങൾ വേണം എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓർഡർ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മാനുഫാക്ചറേഴ്സ് ഡയറക്റ്റ് ഹോൾസെയിലേഴ്സ് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയം ലാഭിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ്, മാർക്കറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലേഴ്സ് മാർക്കറ്റ് ഇൻഫർമേഷൻ മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇപ്പം മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്, ഫാഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ആണ് പ്രോഡക്റ്റിൽ നടത്തേണ്ടത് എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്നു. നെക്സ്റ്റ്, ബൈയിങ് ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് കീപ് ദ ഗുഡ്സ് ആൻഡ് വെയർ ഹൗസസ്. മാനുഫാക്ചറേഴ്സ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അവരുടെ അടുത്തുനിന്ന് ലാർജ് ക്വാണ്ടിറ്റീസിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഹോൾസെയിലേഴ്സ് അവരുടെ വെയർ ഹൗസസിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ റിസ്ക് അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. നെക്സ്റ്റ്, സ്റ്റഡി പ്രൈസിങ് നടത്താൻ പറ്റുന്നു. എന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന്
സാധനങ്ങൾ വാങ്ങിച്ച് പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ വിൽക്കുന്നു. അപ്പം ഒരു സ്റ്റഡി പ്രൈസിങ് കൊണ്ടുപോകാൻ പറ്റുന്നു. സർവീസസ് ടു റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന് ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസസ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു അഡ്വൈസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് അവർക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് എന്താണ് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് അവർക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റിലൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് ഹോൾസെയിലേഴ്സ് ബിയേഴ്സ് ദ റിസ്ക്. അയാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യാണ്, സ്റ്റോറേജിന്റെ റിസ്ക് എടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് സമയത്ത് എത്തിക്കുന്നുണ്ട്. ആ റിസ്ക് ഒക്കെ ഹോൾസെയിലേഴ്സ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് റീറ്റെയിലേഴ്സിനെ പ്രൈസ് സ്റ്റഡി ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർ ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് റീറ്റെയിലേഴ്സ്. ദ ടേം റീറ്റെയിൽ ഇംപ്ലൈസ് സെയിൽ ഓഫ് ഫൈനൽ കൺസംഷൻ. Retailer is the last link between final user and the wholesaler or the manufacturer. Retailer എന്ന് പറയുന്ന വ്യക്തി ഫൈനൽ കൺസംഷന്റെ മുകളിലുള്ള ആളാണ്, അതായത് കൺസ്യൂമേഴ്സിന്റെ തൊട്ടടുത്ത വ്യക്തികൾ. അപ്പോൾ ഹോൾസെയിലേഴ്സ് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങി സ്മോൾ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത് റീറ്റെയിലേഴ്സിനാണ്. ആ സ്മോൾ ക്വാണ്ടിറ്റീസിനെ വീണ്ടും സ്മോൾ ക്വാണ്ടിറ്റീസ് ആക്കി അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. സ്മോൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം അവർക്ക് സാധനങ്ങൾ എത്തിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും സ്മോളർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ തൊട്ട് മുമ്പുള്ള ആൾക്കാരെയാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സിനെ പോലെ തന്നെ റീറ്റെയിലേഴ്സിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആസ് ബൈയിങ് ആൻഡ് അസംബ്ലിങ്, നെക്സ്റ്റ് ഇസ് വെയർ ഹൗസിങ്, നെക്സ്റ്റ് സെല്ലിംഗ്, റിസ്ക് ബെയറിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഫിനാൻസിങ്, സപ്ലൈയിങ് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ, ഗ്രേഡിംഗ് ആൻഡ് പാക്കേജിങ്. ഫസ്റ്റ് വൺ ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ബൈയിങ് ആൻഡ് അസംബ്ലിങ് എന്ന് വെച്ചാൽ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അസംബിൾ ചെയ്ത് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അതാണ് ബൈയിങ് ആൻഡ് അസംബ്ലിങ് എന്ന് പറയുന്ന റീറ്റെയിലറുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് വെയർ ഹൗസിങ്. ആഡിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ അവർ വാങ്ങി സൂക്ഷിച്ചു വെക്കണം. അതിനെയാണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സെല്ലിംഗ്. സെല്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, സ്മോൾ ക്വാണ്ടിറ്റീസിൽ കസ്റ്റമേഴ്സിന് നീഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നു. നെക്സ്റ്റ് റിസ്ക് ബിയറിംഗ്. റിസ്ക് ബിയറിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി വെച്ചാൽ അപ്പോൾ ഉണ്ടാകുന്ന പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ സാധനങ്ങൾ എന്തെങ്കിലും ഡിസ്ട്രോയ് ആയി പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ആ റിസ്ക് റീറ്റെയിലേഴ്സ് ബിയർ ചെയ്യണം. നെക്സ്റ്റ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സെയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണോ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു കടയിൽ നിന്ന് അതിന്റെ ഫ്രണ്ടിൽ തന്നെ കുറെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നു, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫിനാൻസിങ്. ഫിനാൻസിങ് എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് എന്താണ്, കുറച്ച് പൈസ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്താ കുറേ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് സപ്ലൈയിങ് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ. മാർക്കറ്റ് ഇൻഫർമേഷൻ ആർക്കാണ് ഇയാൾ കൊടുക്കുന്നത്? മെയിൻലി മാർക്കറ്റ് ഇൻഫർമേഷൻ മാനുഫാക്ചറേഴ്സിന് എത്തിക്കുന്നത് ഹോൾസെയിലേഴ്സ് ആണ്. ആ ഹോൾസെയിലേഴ്സിന് ഏതൊക്കെയാണോ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളെന്ന ഇൻഫർമേഷൻ കൊടുക്കുന്നത് റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നു? ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു. ആ ഇൻഫർമേഷൻ ആണ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറിന്റെ അടുത്ത് എത്തിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്രേഡിംഗ് ആൻഡ് പാക്കേജിങ്. എന്താണ് ഗ്രേഡിംഗ് ആൻഡ് പാക്കേജിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാനുഫാക്ചറിന്റെ അടുത്ത് നിന്ന് ഹോൾസെയിലേഴ്സ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഗ്രേഡ് ചെയ്താണ് കൊടുക്കുന്നത്. എങ്കിലും ഒന്നും കൂടെ അതിനെ ചെക്ക് ചെയ്ത് സെക്കൻഡ് റൗണ്ട് ഓഫ് ഗ്രേഡിംഗ് നടത്തി അവർ എന്ത് ചെയ്യുന്നു, കറക്റ്റ് പാക്കേജിങ് ചെയ്ത് എന്തോരം ആണോ കസ്റ്റമേഴ്സിന് ആവശ്യം വരുന്നത് അത് കറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നു. സർവീസസ് റെൻഡർഡ് ബൈ റീറ്റെയിലേഴ്സ്. എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് റീറ്റെയിലേഴ്സ് കൊടുക്കുന്നത്? ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. Services to manufacturers and wholesalers. First, providing information, looking after the distribution process, creation of demand and a big relief. Providing information എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു. ആ ഹോൾസെയിലേഴ്സ് അതിനെ മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്. ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സ് എപ്പോഴൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് ആവശ്യം വരുന്നതനുസരിച്ച് പറയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? റീറ്റെയിലേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. എങ്ങനെയാണ് ഒരു ഡിമാൻഡ് റീറ്റെയിലേഴ്സ് കൂട്ടുന്നതെന്ന് വെച്ചാൽ
അവർ അവരുടെ ഷോപ്സിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ ഫ്രണ്ടിൽ തന്നെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട്. അപ്പം കൂടുതൽ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഇസ് എ ബിഗ് റിലീഫ്. ബിഗ് റിലീഫ് എങ്ങനെയാണ്? ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും സ്മോൾ ക്വാണ്ടിറ്റീസ് എങ്ങനെ സെല്ല് ചെയ്യും എന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ അവർക്ക് ഉണ്ടാവുന്ന ഇല്ല. അതാണ് മെയിൻലി എന്ത് വരുന്നത്, സർവീസസ് ആർക്കൊക്കെ? മാനുഫാക്ചറേഴ്സിനും റീറ്റെയിലേഴ്സിനും കൊടുക്കുന്ന സർവീസസ്. നെക്സ്റ്റ് സർവീസസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്ത് തരത്തിലൊക്കെയുള്ള സർവീസസ് ആണ് കൊടുക്കുന്നത്? അവർക്ക് ഫസ്റ്റ് വരുന്നത് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് റീറ്റെയിൽ ഷോപ്സിൽ നിന്ന് സാധനങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ലാർജ് ചോയ്സസ്. ഒരുപാട് സാധനങ്ങൾ ക്വാളിറ്റി വൈസിൽ അല്ലെങ്കിൽ കോസ്റ്റ് വൈസിൽ അങ്ങനെ പല സാധനങ്ങൾ അവർക്ക് ചോയ്സസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏതൊക്കെ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഗ്രാൻഡിങ് ക്രെഡിറ്റ്. എന്താ? റെഗുലർ കസ്റ്റമേഴ്സിന് കടത്തിൽ സാധനങ്ങൾ കൊടുക്കുന്നു. പണ്ടൊക്കെ പറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഗ്രാൻഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. നെക്സ്റ്റ് ആഫ്റ്റർ സെയിൽ സർവീസസ് കൊടുക്കുന്നു. കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരുടെ ഷോപ്പിൽ, അതായത് ലോയൽറ്റി കൂട്ടാൻ വേണ്ടി ആഫ്റ്റർ സെയിൽ സർവീസസ്, അതായത് സേവനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞും കൊടുക്കുന്നു. On the basis of institutionalization, retailing can be classified into two, organized and unorganized. സ്ഥാപനവൽക്കരണത്തെ തുടർന്ന് നമ്മൾ ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ റീറ്റെയിലിങ്ങിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വൺ ഇസ് ഓർഗനൈസ്ഡ് ആൻഡ് അതർ വൺ ഇസ് അൺഓർഗനൈസ്ഡ്. Organized retailing is nothing but a retail place where all the items are segregated and brought under one roof. എന്ന് വെച്ചാൽ ഒരു റീറ്റെയിൽ പ്ലേസിൽ അല്ലെങ്കിൽ ഒരു കടയിൽ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ മാത്രം വെക്കുന്നു. അതായത് ഒരു കടയിൽ തന്നെ പല പല സാധനങ്ങളില്ല, ഒറ്റ സാധനങ്ങൾ വിൽക്കുന്നു. ഇനി അൺഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഇസ് വൺ വെയർ ദർ ആർ ഡിഫറെൻറ്റ് ഐറ്റംസ് സോൾഡ് ഇൻ ഡിഫറെൻറ്റ് ഷോപ്സ്. പലതരം സാധനങ്ങൾ പലതരം ഷോപ്പുകളിൽ വിൽക്കുന്നു. അതായത് ഒരേ ഷോപ്പുകളിൽ തന്നെ പല പല സാധനങ്ങൾ വിൽക്കുന്നു. റീറ്റെയിൽ ഫോർമാറ്റ്സ് ഓർ റീറ്റെയിലിംഗ് ഓഫ് പ്രോഡക്ട്സ്. Retail formats refers to the retailers mix to satisfy the needs of target market. റീറ്റെയിലേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടാർഗറ്റ് മാർക്കറ്റിന്റെ വാണ്ട്സ് ആൻഡ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ അവർ ഏതൊക്കെ തരത്തിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണോ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെയാണ് റീറ്റെയിലേഴ്സ് മിക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് ഓഫ് റീറ്റെയിലിംഗ് ഇസ് ഓൾസോ കോൾഡ് എന്ത്? ഫോം ഓഫ് റീറ്റെയിലിംഗ്. അതിൻ്റെ വേറൊരു പേരാണ് എന്ത്? ഫോംസ് ഓഫ് റീറ്റെയിലിംഗ്. ഇനി റീറ്റെയിൽ ഫോർമാറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നു. ഒന്ന് സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സ് ആൻഡ് അതർ വൺ ഇസ് നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സ്. സ്റ്റോർ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്റ്റോർ ഒരു കട, അതിനെയാണ് സ്റ്റോർ റീറ്റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ്, ഡിസ്കൗണ്ട് സ്റ്റോർ, കൺവീനിയൻസ് സ്റ്റോഴ്സ്, മാർജിൻ ഫ്രീ മാർക്കറ്റ്സ് ഒക്കെയാണ്. അതായത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. അതായത് എന്തൊക്കെ തരത്തിലാണ് ഒരു സ്റ്റോറിന്റെ ആകൃതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിനെ തന്നെയാണ് സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് നോൺ സ്റ്റോർ ഫോർമാറ്റ്സ്. സ്റ്റോർ അല്ല, അതായത് സ്റ്റോറിന്റെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റോറോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ടെലി മാർക്കറ്റിംഗ്, ഔട്ട് വെൻഡറിംഗ്, ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എക്സെട്ര. ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് മെയിൻലി ടു ടൈപ്സ് ആണുള്ളത്. വൺ ഇസ് ലാർജ് സ്കെയിൽ ആൻഡ് അതർ വൺ ഇസ് സ്മോൾ സ്കെയിൽ. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഇൻക്ലൂഡ് യൂണിറ്റ് സ്റ്റോഴ്സ്, street traders, market traders, hovers and peddlers, cheap jackers. സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ രീതിയിലുള്ള, അതായത് ചെറുകിട വ്യവസായം എന്ന് പറയുന്ന പോലെയാണ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റോർ. യൂണിറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടകൾ, അതായത് പല ഗുഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സിംഗിൾ ലൈൻ സ്റ്റോർ ആയിരിക്കും. ഒരു ജനറൽ സ്റ്റോർ, അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും തന്നെ കിട്ടുന്ന ഒരു ചെറിയ കട, ദാറ്റ് ഇസ് യൂണിറ്റ് സ്റ്റോർ. നെക്സ്റ്റ് ഇസ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ
ഫുട്പാത്തിൽ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴികളുടെ ഇടയിലൂടെ ബിസി സ്ട്രീറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില ആൾക്കാർ ഇരുന്ന് വിൽക്കുന്നത്. അതാണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റിൽ ഒരു ദിവസം ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡേ ഫിക്സ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നു, ഒരു ലൊക്കാലിറ്റിയിലോ അങ്ങനെ ഒരു വീക്ക് ഡേയിലോ, നമ്മൾ ഈ ചന്ത ദിവസം എന്നൊക്കെ പറയത്തില്ല അതുപോലെ. നെക്സ്റ്റ് ഇസ് ഹവേഴ്സ് ആൻഡ് പെഡൽസ്. ഹവേഴ്സ് ആൻഡ് പെഡൽസ് എന്ന് പറഞ്ഞാൽ ഈ ഉന്തുവണ്ടിയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്ട്രീറ്റ്സിലൂടെ ഒക്കെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നതാണ് ഈ പെഡൽസ് ഒക്കെ ചവിട്ടി, അതായത് ഈ ഉന്തുവണ്ടിയൊക്കെ കൊണ്ടുവരുന്നത് അതുപോലെ. നെക്സ്റ്റ് ഈസ് ചീപ്പ് ജാക്കേഴ്സ്. ചീപ്പ് ജാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്ഥലം കാണും അവരുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി. പക്ഷേ ഇവർ മാർക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇവർ ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് ഇവർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് മെയിൻലി സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിന്റെ കീഴിൽ വരുന്നത്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. A department store is a large-scale retail establishment having in the same building a number of departments, each dealing in one particular type of product. എന്ന് വെച്ചാൽ ഒരേ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് പല പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പല പല ഷോപ്സ് ആയിട്ട് സ്മോൾ ഷോപ്സ് ആയിട്ട് പല ഐറ്റംസ് അല്ലെങ്കിൽ പല പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നു. അതായത് പല കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സിനെ നമുക്ക് ഓരോരോ കടകളിലായിട്ട് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലോത്തിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഒരു ഷോപ്പ് ഉണ്ടാവും, സ്റ്റേഷനറിക്ക് വേണ്ടി തന്നെ ഒരു ഷോപ്പ് ഉണ്ടാവും. അങ്ങനെ പല പല പ്രോഡക്ട്സിന് വേണ്ടി പല പല ചെറിയ ചെറിയ ഷോപ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർ വൺ റൂഫ് ആൻഡ് വൺ മാനേജ്മെന്റ്. ഒരേ മേൽക്കൂരയുടെ കീഴിൽ ഒരേ മാനേജ്മെന്റിന്റെ കീഴിലായിരിക്കും ഈ ഫുൾ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പല പല സ്മോൾ ഷോപ്സ് വരുന്നത്. Chain store or multiple stores. Chain stores or multiple shop is a system of branch shops operated under a centralized management and dealing in similar lines of goods. Chain stores അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഷോപ്സ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ എ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും. അവിടെ സെയിം അല്ലെങ്കിൽ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബ്രാഞ്ച് റീറ്റെയിലിംഗ് വെയർ എ ലാർജ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആർ ഫങ്ഷനിങ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. എന്ന് വെച്ചാൽ പല ബ്രാഞ്ചസ് ഉണ്ടാവും പല പല സ്ഥലങ്ങളിൽ പല പല ലൊക്കാലിറ്റീസിൽ, പക്ഷെ അതിൻ്റെ മൊത്തം കൺട്രോള് ഹെഡ് ഓഫീസിൽ തന്നെ ആയിരിക്കും. ഈച്ച് ബ്രാഞ്ച് ഇസ് മാനേജ്ഡ് ബൈ ബ്രാഞ്ച് മാനേജർ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബാറ്റ, മിൽമ, അതൊക്കെ എന്താണ് പല പല ബ്രാഞ്ചസ് ആണ്. അതുപോലെ എന്താണ് ഒരേ കമ്പനീസിൽ തന്നെ പല പല ലൊക്കാലിറ്റീസിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. സൂപ്പർ ബസാർസ്. These are larger retail stores organized by cooperative societies which sell a variety of products under a single roof. സൂപ്പർ ബസാർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. അവിടെ ഒരേ കൂരയ്ക്ക് കീഴിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. The goods sold in super bazaars include consumer goods which are provided at wholesale rates from manufacturers or wholesalers. സൂപ്പർ ബസാറിൽ നമുക്ക് മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൽ നിന്ന് കിട്ടുന്ന സെയിം റേറ്റിൽ തന്നെയായിരിക്കും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ഇനി stores are operated either on self-service or with separate counters served by salesmen. ഒന്നെങ്കിൽ സെയിൽസ്മാനോട് കൂടി ഒരു കൗണ്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ സെൽഫ് സർവീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി സൂപ്പർ ബസാറും സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ഇസ് ഓപ്പറേറ്റഡ് ബൈ ആരാണ്? പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും. ഇനി സൂപ്പർ ബസാർ is operated by cooperative
സൊസൈറ്റി. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് സൂപ്പർ ബസാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൺസ്യൂമർ കോർപ്പറേറ്റ് സ്റ്റോർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്മോൾ സ്കെയിൽ ആയിരിക്കും. ഇനി സൂപ്പർ ബസാർ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിരിക്കും നടത്തുന്നത്. സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് is a combination of two words, super plus market. Super means very big. The word market means a place of sale and purchase. Thus, supermarket means a very big market. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കൂടി ചേരുന്നതാണ്. വൺ is സൂപ്പർ പ്ലസ് അനദർ വൺ is മാർക്കറ്റ്. അപ്പോൾ സൂപ്പർ എന്ന് വെച്ചാൽ വെരി ബിഗും മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലം, എന്താ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ വെരി ബിഗ് മാർക്കറ്റ്. Supermarket is a large-scale retail trading organization consisting of a number of departments, each dealing in one line of goods under a single roof and a single management. സൂപ്പർമാർക്കറ്റ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗുഡ്സിനെ ഒരേ മേൽക്കൂരയുടെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരേ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെ പല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിനെ നമ്മൾക്ക് എത്തിക്കുന്നു. സൂപ്പർ മാർക്കറ്റ്സിൽ ഒരു സെയിൽസ്മാൻ ഇല്ല, കസ്റ്റമർ തന്നെയാണ് സെയിൽസ്മാനും. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റ് is also known as self-service store. Hypermarket. Hypermarket is a huge retail format. It is larger than super stores. It offers different types of low-priced product. It is situated out of town. എന്തിനു വേണ്ടിയാണ്? ഫോർ ഗെറ്റിംഗ് ലാർജർ വർക്കിംഗ് ഏരിയ. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റ്സിനെക്കാട്ടിലും വലിയ സ്റ്റോഴ്സ് ആണ്. സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും, അല്ലെങ്കിൽ ലൊക്കേറ്റഡ് ആയിരിക്കുന്നത് എപ്പോഴും ടൗണിൽ നിന്ന് വിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. എന്തെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ആയിട്ടുള്ള വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ വേണം. പലതരത്തിലുള്ള അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. സൂപ്പർ മാർക്കറ്റ്സിനെക്കാട്ടിലും കൂടുതൽ വെറൈറ്റീസ്. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് ഗ്രോസറി അല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ഐറ്റംസ് അങ്ങനെ പല പല ഐറ്റംസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിനേക്കാളേറെ എന്തൊക്കെയാണ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് കിട്ടും, അല്ലെങ്കിൽ ലിക്കേഴ്സ്, ഹൗസ് വെയർസ്, ലക്ഷറി ഗുഡ്സ്, ഗാർഡൻ സപ്ലിമെന്റ്സ്, ഓട്ടോമാറ്റീവ്, ടെലിവിഷൻ, സാനിറ്ററീസ് എക്സെട്ര. പലതരത്തിലുള്ള, അതായത് എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സിനെയും അല്ലെങ്കിൽ ഗുഡ്സിനെയും നമുക്ക് ഹൈപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈപ്പർ മാർക്കറ്റ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സിലായിരിക്കും. കൂടുതൽ വെറൈറ്റീസ് ഓഫ് സെലക്ഷനും ഉണ്ടാവും, കുറവ് പ്രൈസസും ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൂപ്പർ മാർക്കറ്റ്സിന്റെ കാട്ടിലും വലുതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെറൈറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിഗ് ബസാർ is an example of hyper market. Super stores. This is known as giant retail formats. ജൈന്റ് എന്ന് വെച്ചാൽ ഭീകരമായ, അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന, അതായത് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. സൂപ്പർ മാർക്കറ്റ്സിലും അങ്ങനെ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ 4 ഇരട്ടി സാധനങ്ങളാണ് നമുക്ക് ഒരു സൂപ്പർ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കുന്നത്. സൂപ്പർ സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത് ഡ്രൈ ക്ലീനിങ്, ഓട്ടോമോട്ടീവ് റിപ്പയർസ്, സ്നാക്ക് ബാർസ് എക്സെട്ര അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സൂപ്പർ സ്റ്റോർ ഇസ് എ ലാർജർ ദാൻ കൺവീനിയൻസ് സൂപ്പർ മാർക്കറ്റ്സ്. അത് സൂപ്പർ മാർക്കറ്റ്സിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുതായിരിക്കും. നെക്സ്റ്റ് ഇസ് convenience stores. Food stores that are much smaller in size than in supermarkets. It is located in residential areas. Convenience stores എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഫുഡ് സ്റ്റോഴ്സ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ നമുക്ക് ഫുഡ് ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ് അതൊക്കെ കിട്ടും. പക്ഷെ അതുപോലെ തന്നെ എന്താണ് കുറച്ചും കൂടെ
സ്മോളർ ഷോപ്സ് ആയിരിക്കും. അത് റെസിഡൻഷ്യൽ ഏരിയ, ഹൗസ് വൈഫിന് അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് പോയി വാങ്ങാൻ എളുപ്പമല്ല, അത് റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ ആയിരിക്കാം ഇത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് സ്പെഷ്യാലിറ്റി സ്റ്റോർ. സ്പെഷ്യാലിറ്റി സ്റ്റോർ സ്പെഷ്യൽ ആയിരിക്കും, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി സ്റ്റോറിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിനായിരിക്കും. അപ്പോൾ അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഒരു ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ സ്പെഷ്യലായിട്ട് സെഗ്മെന്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ പ്രൈസ് ആയിരിക്കും എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അതായത് സെയിൽ കൂട്ടാൻ വേണ്ടി ലോ പ്രൈസ് മാർജിൻസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നു. അതാണ് ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്. മെയിൽ ഓർഡർ ഹൗസസ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു ബിസിനസ് ഹൗസസ് ഉണ്ടാകത്തില്ല, എല്ലാം ഒരു ഡിജിറ്റൽ വേയിലായിരിക്കും. കസ്റ്റമേഴ്സ് ഓർഡർ കൊടുക്കുന്നു, പോസ്റ്റലിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഓർഡേഴ്സ് കൊടുക്കുന്നത്. സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് അത് തൊട്ട് നോക്കുക അല്ലെങ്കിൽ അത് കണ്ടു നോക്കുക, അങ്ങനെയൊന്നുമില്ല. പേഴ്സണൽ ഇൻസ്പെക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞ് സാധനങ്ങൾ പോസ്റ്റൽ മീഡിയത്തിലൂടെ നമ്മൾ ഓർഡർ കൊടുക്കുന്നു, അത് നമുക്ക് പോസ്റ്റൽ മീഡിയത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നു. അതാണ് മെയിൽ ഓർഡർ ഹൗസസ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ്. Electronic marketing can be also called email marketing or direct marketing. This direct marketing which uses electronic mail as a medium of communication. Every mail sent to a customer could be considered as email marketing. ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതിനകത്ത് ഓരോ മെയിലും, കസ്റ്റമേഴ്സിന് അയക്കുന്ന ഓരോ മെയിലും ഒന്നെങ്കിൽ ഇപ്പോഴുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും. അതായത് കസ്റ്റമർ ആവാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ദ പർപ്പസ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്തൊക്കെയായിരിക്കും? ആദ്യം നമ്മളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. നെക്സ്റ്റ് കസ്റ്റമേഴ്സിന് ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണോ അല്ലെങ്കിൽ അവരെ നമ്മുടെ അടുത്തേക്ക് കൂടുതൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ, അവർക്കൊരു ലോയൽറ്റി ഉണ്ടാകാൻ വേണ്ടി. നെക്സ്റ്റ് നമ്മളൊരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ അവർക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ IDസിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, സെർച്ച് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ നമ്മൾ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടുകൂടിയാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും നടത്താൻ പോകുന്നത്? ഒന്നെങ്കിൽ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ വയർലെസ് മീഡിയസിലൂടെയോ ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ക്രിയേറ്റിവിറ്റിനെയും ടെക്നിക്കൽ ആസ്പെക്ട്സിനെയും ഒരുമിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. ക്രിയേറ്റിവിറ്റിയും ടെക്നിക്കൽ ആസ്പെക്ട്സും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഡിസൈനിങ്ങിലുള്ളത്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ്, എങ്ങനെയൊക്കെയാണോ പ്രോഗ്രാം ചെയ്യേണ്ടത്, അത് രണ്ടും കൂടെ ഒരുമിപ്പിച്ച് പോയാൽ മാത്രമേ ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് also refers to the placement of media along with different stages of customer engagement cycles through search engine marketing, search engine optimization, banner ads on specific websites and email marketing. എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് മാർക്കറ്റിങ്ങിനെ നമുക്ക് എങ്ങനെയൊക്കെയാണോ നമ്മൾ ഓരോ ആഡ്സിനെയും പ്ലേസ് ചെയ്യുന്നത്, പല പല മീഡിയാസിലൂടെ ആയിരിക്കും. അതൊക്കെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ എങ്ങനെ എൻഗേജ് ചെയ്യാമെന്നതിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇമെയിൽ മാർക്കറ്റിങ്ങിലൂടെയും മൊബൈൽ അഡ്വർടൈസ്മെന്റ്സിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേഴ്സസ് മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് എന്തൊക്കെയാണ്, പ്രിന്റ് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ ബിൽ ബോർഡ്സ്, പാംലെറ്റ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫേസ് ടു ഫേസ് മീറ്റിംഗ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ടായിരിക്കണം മീറ്റ് ചെയ്യുന്നത്. റേഡിയോ അഡ്വർടൈസ്മെന്റ്സ്,
ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്സ്, അങ്ങനെ ഒരു ഓഫീസ് ടൈമിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ട്രഡീഷണൽ. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ യൂസ് ചെയ്തിരുന്നതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് ടൈമില്ല, അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് മോഡേൺ വേസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അതാണ് മോഡേൺ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബെനഫിറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ഓവർ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഫസ്റ്റ് വൺ is e-marketing is global reach and opens up new avenue for small businesses, whereas traditional marketing media cost limits this kind of reach to huge multinationals. എന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങിൽ ഗ്ലോബൽ റീച്ച് ഉണ്ട്, എവിടെ വേണേ എപ്പോൾ വേണേ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എക്സ്പെൻസസ് കുറവായിട്ട് നമുക്ക് പുതിയ പുതിയ ബിസിനസ്സസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ? പുതിയ ആഡ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. ഇനി ട്രഡീഷണൽ ആണെങ്കിൽ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് വരും, ന്യൂസ് പേപ്പേഴ്സിൽ ആഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ എക്സ്പെൻസസ് വരും. പിന്നെ ഇതെല്ലാം നമുക്ക് ദൂരങ്ങളിലേക്ക് എത്തിച്ചേരാനും പറ്റത്തില്ല. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് കൺസ്യൂമേഴ്സ്, വേറാസ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന് അത് പറ്റത്തില്ല. മാർക്കറ്റിങ്ങിൽ കമ്പനീസും കസ്റ്റമേഴ്സും ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ, ഓൺലൈൻ കോൾസ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സർവീസസ്, ഇതൊക്കെ മാർക്കറ്റിങ്ങിൽ പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു ബ്രാൻഡിന്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു പ്രിന്റഡ് ഫോമിൽ അത് എത്തിക്കുന്നു, അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെയൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 24/7 ആക്സസ്. മാർക്കറ്റിംഗ് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കും, വേറാസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോർമൽ ഓഫീസ് അവേഴ്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്, അതായത് കമ്പാരിറ്റീവ്ലി ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസസ് വളരെ കുറവാണ്. ഇനി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഹൈ എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ആഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി, എത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിലേക്കാളും കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നു. വേറാസ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് റിട്ടേൺ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അഡ്വർടൈസിങ് റെഫേഴ്സ് ടു ഇലക്ട്രോണിക്. അതിനകത്ത് അഡ്വർടൈസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വെബ്സൈറ്റ്സിലൂടെയോ ഇമെയിൽസിലൂടെയോ ഒക്കെ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും? കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ അവർക്കൊരു അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് സ്റ്റിമുലേറ്റ്, അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയാണോ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിയിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. അങ്ങനെ തരത്തിലുള്ള പല പല അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റ്സിലൂടെയോ ഒക്കെ കൊടുക്കുന്നു. അതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ് ഇസ് യുണീക്ക് ഇൻ ദാറ്റ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ വൺ ടൂൾ പ്രോസസ് ഫ്രം ഇൻട്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ടു ക്ലോസ് ഓഫ് എ സെയിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജ് വരെ കറക്റ്റായിട്ട് അഡ്വർടൈസ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കാനേ പറ്റുന്നു. അതൊരു യുണീക്ക് വേ, ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇനി ദ വെബ് ഹാസ് ബിക്കം എ പാത്ത് വേ ത്രൂ മൾട്ടിപ്പിൾ ആക്സസ് പോയിന്റ് ക്രിയേറ്റിംഗ് ടു അലൗ കസ്റ്റമേഴ്സ് ടു കമ്പയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ കമ്പനി ടു ദ നെക്സ്റ്റ് വിത്ത് എ ക്ലിക്ക് ഓഫ് എ മൗസ്. എന്ന് വെച്ചാൽ നമുക്ക് അഡ്വർടൈസിങ്ങിലൂടെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നൊക്കെ നമ്മൾ അറിയിക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ഹെൽപ്പാണ് കിട്ടുന്നത്, അവർക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുന്നു. ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസ് ആണ് നല്ലത്, ഏത് പ്രോഡക്റ്റിൻ്റെ ഫീച്ചറാണ് നല്ലതെന്നൊക്കെ അവർക്ക് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇത്രയും ടോപ്പിക്സ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു.